എല്ലാവർക്കും GST OMR ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് GSTയുടെ ബേസിക് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ടാക്സസ് ലെവീഡ് ഓൺ ആൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് CGST, SGST, CGST ആൻഡ് SGST, IGST. ഇത്രയും ഓപ്ഷൻസാണുള്ളത്. നമുക്കറിയാം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ സപ്ലയറും ബയറും ഒരു സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ഒരു സ്റ്റേറ്റിൽ തന്നെ ആകുമ്പോൾ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയും. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈൻ്റെ കേസിൽ CGSTയും SGSTയാണ് ചാർജ് ചെയ്യുക. അതുകൊണ്ട് ആൻസർ സി ആണ്, CGST ആൻഡ് SGST. ഇവിടെ ഇൻട്രാ സ്റ്റേറ്റിൻ്റെ കേസിൽ രണ്ട് CGSTയും SGSTയും രണ്ട് ടാക്സും ഒരുമിച്ചാണ് ലെവി ചെയ്യുക. ഇപ്പോൾ 18% GST ചാർജ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അതിൽ 9% CGSTയും 9% SGSTയും ആയിരിക്കും ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈൻ്റെ കേസിൽ. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ 18% IGST ചാർജ് ചെയ്യും. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് സപ്ലൈ ഷാൾ അട്രാക്റ്റ് IGST. IGST ടാക്സ് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് അല്ലെ സപ്ലൈ ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഇൻട്രാ സ്റ്റേറ്റ്, ബി ഇൻ്റർ സ്റ്റേറ്റ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. നമുക്കറിയാം IGST ചാർജ് ചെയ്യുന്നത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈൻ്റെ കേസിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയറും സെല്ലറും ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള കേസിൽ IGST ഇൻ്റഗ്രേറ്റഡ് GST ആണ് ലെവി ചെയ്യുന്നത്. ആൻസർ ബി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈൻ്റെ മേലെയാണ് IGST ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് വിൽ ബി ലെവീഡ് ഓൺ ഇമ്പോർട്ട്സ്? ഇമ്പോർട്ടിൻ്റെ കേസിൽ ഏത് ടാക്സാണ് ലെവി ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് CGST, SGST, IGST, CGST ആൻഡ് SGST. ഇമ്പോർട്ടിൻ്റെ പ്രത്യേകത, ഈ GST പ്രകാരം ഇമ്പോർട്ട് ഒരു ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഇമ്പോർട്ട് മറ്റ് കൺട്രിയിൽ നിന്നുമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ GST ലോ പ്രകാരം ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ കേസിൽ IGST ആണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ IGST എന്നതാണ്. നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു നോട്ട് തരാം. ഇവിടെ GSTയിൽ 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ട്. ഒന്ന് സെയിൽ വിത്തിൻ സെയിം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയറും ബയറും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അങ്ങനെയുള്ള കേസിലാണ് CGSTയും SGSTയുമാണ് ചാർജ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത്. സെക്കൻഡ് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയറും സപ്ലയറും ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള കേസിൽ IGST ചാർജ് ചെയ്യും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടാണ്. ഇമ്പോർട്ടിൻ്റെ കേസിൽ ഇമ്പോർട്ടും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് GST കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിലും IGST ആണ് ചാർജ് ചെയ്യുക. ഈ ചാർട്ടൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു പാർട്ട് ഓർമ്മിച്ച് വെക്കാൻ ഈ ഗ്രാഫ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സീറോ റേറ്റഡ് സപ്ലൈ ഇൻക്ലൂഡ്സ് ഓപ്ഷൻസ് എ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ബി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു സെസ് ഡെവലപ്പർ ഓർ യൂണിറ്റ്, സി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബൈ എ സെസ് ഡെവലപ്പർ ഓർ യൂണിറ്റ്, ഡി ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഈ സീറോ റേറ്റഡ് സപ്ലൈയിൽ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസസ്. ഇതിൻ്റെ മേലെ GST ലെവി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സീറോ റേറ്റഡ് ആണ്. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു സെസ് ഡെവലപ്പർ ഓർ യൂണിറ്റ്. ഏതെങ്കിലും സെസ് യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയുന്നത്. സെസ് യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെസ് ഡെവലപ്പർക്ക് എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും
സീറോ റേറ്റഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. സീറോ റേറ്റഡ് സപ്ലൈ എന്താണെന്ന് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ടു സെസ് യൂണിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് സപ്ലയർ. ഇതിൽ ഓപ്ഷൻസ് നോക്കാം. എക്സംപ്റ്റ് സപ്ലൈ, റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ്. ഡീംഡ് ടാക്സബിൾ സപ്ലൈ, നോ റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ്. സി എക്സ്പോർട്ട് ഓഫ് സപ്ലൈസ്. ഡി നോൺ ടാക്സബിൾ സപ്ലൈ ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് GST. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, എക്സ്പോർട്ട് ഓഫ് സപ്ലൈസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് സീറോ റേറ്റഡ് കാറ്റഗറി സപ്ലൈ ആണ്. ഇവിടെ സെസ് യൂണിറ്റിലേക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്നതിനെയും എക്സ്പോർട്ട് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ടെറിട്ടറി പോലെയാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ സെസ് യൂണിറ്റ് ഫോറിൻ ടെറിട്ടറി പോലെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയും എക്സ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് സീറോ റേറ്റഡ് കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് കറക്റ്റ്? എ ഹോൾ ഓഫ് ദി ഇൻകം ഓഫ് എ ട്രസ്റ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം GST. ഹോൾ ഓഫ് ദി ഇൻകം ഓഫ് എ രജിസ്ട്രേഡ് ട്രസ്റ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST. ഇൻകം ഓഫ് എ ട്രസ്റ്റ് ഫ്രം സ്പെസിഫൈഡ് ഡിഫൈൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ഡി ഇൻകം ഓഫ് എ രജിസ്ട്രേഡ് ട്രസ്റ്റ് ഫ്രം സ്പെസിഫൈഡ് ഡിഫൈൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഈസ് എക്സംപ്റ്റ് ഫ്രം GST. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. GSTയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ലഭ്യമാകാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.